ഞങ്ങൾ എൻ്റെ ഉപ്പാൻ്റെ ജ്യേഷ്ഠൻ ഒരാളുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഓർമ്മകാലത്തിൽ ഒരു ചകഞ്ഞെടുക്കുമ്പോൾ ഉപ്പയും മൂത്താപ്പയും ഒരുമിച്ചായിരുന്നു കേട്ടോ താമസമൊക്കെ. ഉപ്പാക്ക് ഞങ്ങൾ 4 മക്കളാണ്. എൻ്റെ ഉപ്പാൻ്റെ ജ്യേഷ്ഠൻ മൂത്താപ്പാക്ക് 7 മക്കളാണ്. ഒരു 5 ആൺമക്കളും 2 പെൺമക്കളുമാണ്. ഞങ്ങൾ ഒരുമിച്ച് ഒരു കുടുംബം, ഒരു ചെറിയ വീടായിരുന്നു. എങ്കിലും കൂടെ അത് ഉള്ളിൽ പുറത്തുനിന്ന് നോക്കുമ്പോൾ ഒരു ചെറിയ വീടാണ്, പക്ഷെ അകത്ത് അത്യാവശ്യം നല്ല സൗകര്യങ്ങളുണ്ടായിരുന്നു. എത്രയോ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 6 റൂമായിട്ട് ഉണ്ടായിരുന്നു. അതിൽ 6 or 8 റൂമുണ്ട്. ഒരു ഡൈനിങ് ഹാള്, ഒരു സിറ്റ് ഔട്ട്, അങ്ങനെയൊക്കെയുള്ളൊരു റൂമായിരുന്നത്. ആ ജീവിതകാലമൊക്കെ ഒരു രസമുള്ള കാലഘട്ടമായിരുന്നു. പിന്നെ അതുപോലെ തന്നെ അന്നത്തെ കാലത്ത് ഈ കിണർ ബാത്റൂമൊന്നും ഉണ്ടായിരുന്നില്ലെന്ന്. ബാത്റൂമൊക്കെ ഒരു അത് കെട്ടിയിട്ട് വേറെ ആരുടെ പറമ്പിലൊക്കെ വെച്ച് കെട്ടിയിട്ട് അതിലായിരുന്നു പിന്നെ കാര്യം സാധിക്കുകയൊക്കെ ചെയ്യും. പിന്നെ അതുപോലെ വെള്ളം എടുക്കാൻ ചാമ്പൈപ്പ് വരുന്ന ഒന്ന്, അതൊക്കെ രസമുള്ള ഒരു ഇതായിരുന്നു. അതൊരു എക്സസൈസാണ് സത്യത്തിൽ. രാവിലെ എണീച്ച് കഴിഞ്ഞാൽ പിന്നെ വെള്ളം എടുക്കാനൊക്കെ ഈ ചാമ്പൈപ്പിൽ പോയിട്ട് വെള്ളം അടിക്കുക, അതൊരു രസമുള്ളതായിരുന്നു. ഈ ദുനിയാവിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇതൊക്കെ ഇങ്ങനെ ഓർമ്മ വരികയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അതൊക്കെ ഇങ്ങനെ ജനങ്ങളിലേക്ക് എത്തിക്കണം എന്ന് വിചാരിച്ചത്. അപ്പോൾ എല്ലാവർക്കും ഒന്ന് അറിഞ്ഞിരിക്കട്ടെ എന്ന് വിചാരിച്ചു. ഞാൻ ആരാണ് എന്താണെന്നുള്ളതൊന്നും ഇപ്പോൾ നിങ്ങളറിയണം, അറിയുമെന്ന് അറിയില്ല. പക്ഷേ ഇത് ഒരു നല്ലൊരു എപ്പിസോഡാക്കി മാറ്റാനുള്ള ഒരു പ്ലാനിങ്ങിലാണ് ഞാൻ. ഓക്കെ, ഇൻഷാ അല്ലാഹ് വരും വഴികളിൽ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എല്ലാവരും ബെല്ലൊക്കെ ഒന്ന് അമർത്തുക, പിന്നെ ലൈക്കിൻ്റെ ബട്ടനൊക്കെ ഒന്ന് അമർത്തുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. ഓക്കെ, അസ്സലാമു അലൈക്കും.